ഇംപാക്ട് കണ്ണൂർ അടുത്തിലയിലെ ദിവ്യയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കേസ്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി അന്വേഷണ ചുമതല പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് കേസെടുത്തത്. ഭർത്തൃവീട്ടിൽ ദിവ്യ നേരിട്ടത് കടുത്ത പീഡനം എന്നതിൻ്റെ തെളിവുകൾ റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, അവസാനം കേസെടുത്തിരിക്കുന്നു. ഭർത്താവിനെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? നികേഷ്, അതായത് നീണ്ട ഒരു സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഭർത്താവിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുക്കുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപെയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഇതിൻ്റെ അന്വേഷണ ചുമതല കൈമാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഭർത്തൃമാതാവിനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാർഹിക പീഡനവും അതുപോലെ തന്നെ ഈ പട്ടികജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഭർത്തൃവീട്ടിൽ ഇത്തരത്തിൽ പീഡനം നടന്നു. ഈ മരണത്തിന് ശേഷം, ദിവ്യയുടെ മരണത്തിന് ശേഷം ഭർത്തൃവീട്ടിൽ മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം ഈ ദിവ്യക്കെതിരെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടിവിയാണ്. അതിലുൾപ്പെടെ അതായത് സുഹൃത്തിൻ്റെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം സുഹൃത്തുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും അതിന് പുറമെ തൊട്ട് തലേ ദിവസം അമ്മയെ നിർബന്ധിപ്പിച്ച് ഗുളിക കഴിപ്പിച്ചിരുന്നതായി 10 വയസ്സുകാരൻ്റെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടർ ടിവിയാണ് വളരെ വ്യക്തമായ രീതിയിൽ പ്രേക്ഷകരെയും അതുപോലെ തന്നെ ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. അതിന് പിന്നാലെ കേസിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ആ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടർ നടപടികളുടെ ഭാഗമായി ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ അല്ലെങ്കിൽ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഈ ദിവ്യയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. ഭർത്തൃമാതാവിനെയും ഇത്തരത്തിൽ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തുടർ നടപടികൾ ഉണ്ടാവുന്നു. അത് ഒരു വാർത്തയെ തുടർന്നായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നികേഷ്. അർജുൻ, ദിവ്യയുടെ വീട്ടുകാരാണ് ഈ വിഷയവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, അർജുൻ കല്യാടാണ് അവരുടെ സൗണ്ട് ബൈറ്റ് എടുത്തിട്ടുള്ളത്. മകനടക്കമുള്ളവർ സൗണ്ട് ബൈറ്റ് നൽകിയിരുന്നു. അവർക്ക് തൃപ്തികരമായ രീതിയിലാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കേസ് കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നത്, ഒരു മെല്ലെപ്പോക്ക് നയമാണ് പോലീസ് ഇക്കാര്യത്തിലെല്ലാം സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഈ ഭർത്താവ് ഉൾപ്പെടെയും ഭർത്തൃമാതാവിനെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം ഈ 10 ദിവസത്തിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പയ്യന്നൂർ ഡിവൈഎസ്പി അന്വേഷണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഈ നടപടി ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായെങ്കിൽ കൂടി വിശദമായ രീതിയിലുള്ള ഒരു കാര്യക്ഷമമായി വളരെ വേഗത്തിലുള്ളതുമായ അന്വേഷണം വേണം എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിലും കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള തെളിവുകളെല്ലാം തന്നെ ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സുഹൃത്തിൻ്റെ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തേക്കാം. കാരണം ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഈ ദിവ്യക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് ഈ കുടുംബം സംശയിച്ചിരുന്നത് എങ്കിൽ കൂടി കേസിൻ്റെ ഭാഗമായി ആ കാര്യങ്ങൾ കൂടി ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഉറച്ച ഒരു നിലപാട് തന്നെയാണ് കുടുംബം ഇക്കാര്യത്തിൽ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും ഈ കുടുംബം ഉന്നയിക്കുന്നത്. ദിവ്യയുടെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതി നൽകാനതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഏകദേശം ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ നടപടിയിലേക്ക് എത്തിയത് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നൊരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുമ്പേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് നയമോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണമെന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കൂടുതൽ പരാതികൾ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വളരെ ഒരുപക്ഷെ സ്വാഗതാർഹമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്.